നവരാത്രി വ്രതത്തിൻ്റെ 3-ാം ദിനം ചന്ദ്രഘണ്ഠാദേവിയെയാണ് പൂജിക്കേണ്ടത്. ദേവിയെക്കുറിച്ച് കൂടുതൽ അറിയാം. നവരാത്രി വ്രതത്തിൻ്റെ 3-ാം ദിവസം പൂജിക്കേണ്ടത് ചന്ദ്രഘണ്ഠാദേവിയെയാണ്. ദുർഗാദേവിയുടെ വിവാഹ രൂപമാണ് ചന്ദ്രഘണ്ഠാദേവി. ചന്ദ്രക്കലയെ ശിരസിൽ ചൂടിയവൾ എന്നാണ് ദേവിയുടെ ചന്ദ്രഘണ്ഠ എന്ന പേരിൻ്റെ അർത്ഥം. ഭക്തരോട് ദേവി അതിസൗമ്യയായാണ് സാന്നിധ്യമരുളുക. എങ്കിലും കോപം വന്നാൽ ഉഗ്രസംഹാരിണിയാകും. ധീരതയും സൗന്ദര്യവും ഒത്തിണങ്ങിയ സ്വർണ്ണവർണ്ണമുള്ള രൂപമാണ് ചന്ദ്രഘണ്ഠാദേവി. ത്രിനേത്രങ്ങളും ആയുധമേന്തിയ 10 കൈകളും ചന്ദ്രഘണ്ഠാദേവിക്കുണ്ട്. കടുവയാണ് ചന്ദ്രഘണ്ഠാദേവിയുടെ വാഹനം. സർവാഭീഷ്ട വരദായിനിയായ ദേവിയെ ധ്യാനിക്കുന്നതിലൂടെ പോസിറ്റീവ് എനർജിയും ഊർജവും ഭക്തരിൽ നിറയും. മുല്ലപ്പൂവാണ് ഇഷ്ടപുഷ്പം. ഹൈന്ദവ വിശ്വാസപ്രകാരം ചന്ദ്രഘണ്ഠാദേവിയാണ് ശുക്രനെ നിയന്ത്രിക്കുന്നത്. നെറ്റിയിൽ ഒരു മണി പോലെ തോന്നിക്കുന്ന അർദ്ധചന്ദ്രനെ അലങ്കരിക്കുന്നതിനാൽ ദേവി ചന്ദ്രഘണ്ഠ എന്നറിയപ്പെടുന്നു. കയ്യിൽ അക്ഷമാലയും കമണ്ഡലുവും ധരിച്ച് മറ്റനേകം ആയുധങ്ങളുമായി ഒരു നവവധുവിൻ്റെ വേഷവിധാനങ്ങളോടെ സിംഹപ്പുറത്തിരിക്കുന്ന സങ്കല്പമാണ് ദേവി ചന്ദ്രഘണ്ഠയുടേത്. വിവാഹത്തിനായി ശിവഭഗവാൻ എഴുന്നള്ളിയപ്പോൾ ബ്രഹ്മചാരിണി ഭാവത്തിലുള്ള പാർവതീദേവിയുടെ ബന്ധുജനങ്ങൾക്ക് മനോവിഷമമുണ്ടായി. ശിവന്റെ ശ്മശാനവേഷവും ഭൂതഗണങ്ങളും ഒപ്പമുള്ള കാട്ടുമൃഗങ്ങളുമൊക്കെയാണ് അതിന് കാരണം. ദേവി അവരെ സ്വീകരിച്ച് അവരുടെ ആയുധങ്ങൾ വാങ്ങി തൻ്റെ കയ്യിൽ പിടിക്കുകയും പുലിപ്പുറത്തിരുന്ന് അവർക്ക് സ്വാഗതമരുളുകയും ചെയ്തുവത്രേ. ഇതാണ് ചന്ദ്രഘണ്ഠാദേവിയുടെ ഭാവം. ചന്ദ്രഘണ്ഠ എന്ന ഈ പേര് എങ്ങനെ വന്നുവെന്നതിനെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. ഖണ്ഡം എന്നതിന് കഷ്ണം എന്നർത്ഥമുണ്ടല്ലോ. ചന്ദ്രക്കല ശിരസിലുള്ളതുകൊണ്ടാണ് ചന്ദ്രഘണ്ഠ എന്ന പേര് വന്നത് എന്നൊരു വാദവുമുണ്ട്. ഖണ്ഡ എന്നത് മണിക്ക് പറയുന്ന പേരാണെന്നും ചന്ദ്രാകൃതിയിലുള്ള മണിയുടെ രൂപത്തിലാണ് കിരീടമെന്നും ഒരു വ്യാഖ്യാനമുണ്ട്. അക്രമത്തോട് കോപം കാട്ടുന്ന ഭാവമുള്ളവളും അസ്ത്രാദികൾ ധരിച്ചവളുമാണ് ഈ ദേവീ സങ്കല്പം. 10 കൈകളിലായി ത്രിശൂലം, 3 തരം ദുഃഖങ്ങളെ ഹനിക്കുന്നതിനാണ് ത്രിശൂലം, ഗദ രോഗങ്ങളെ അമർത്തുന്നതിന്, വാൾ ബന്ധമറുക്കുന്നതിന്, ചിന്മുദ്ര ജ്ഞാനം ചിത് നൽകുന്നതിന്, താമര വികസിക്കുന്ന ബോധത്തിന്, അസ്ത്രങ്ങൾ പഞ്ചഭൂതങ്ങൾക്കായിട്ട്, വില്ല് മനസ്സ്, അഭയം വരദം, കമണ്ഡലു ആധ്യാത്മിക വഴിയിലെ പുരോഗതിയെ സൂചിപ്പിക്കുന്നു എന്നിവ പിടിച്ചിരിക്കുന്ന രൂപമാണ് ചന്ദ്രഘണ്ഠാദേവിയുടേത്. പാർവതീദേവിയുടെ 3-ാമത്തെ രൂപമാണ് ചന്ദ്രഘണ്ഠ. ശിവനെ വിവാഹം കഴിച്ചതിനു ശേഷം പാർവതീദേവി തൻ്റെ നെറ്റിയിൽ ചന്ദ്രക്കലയെ അലങ്കരിക്കാൻ തുടങ്ങി എന്നാണ് വിശ്വാസം. അതിനുശേഷം ദേവി ചന്ദ്രഘണ്ഠ എന്നറിയപ്പെട്ടു എന്നും വിശ്വസിക്കുന്നു. ദേവിയുടെ ശാന്ത സ്വരൂപമാണ് ചന്ദ്രഘണ്ഠ. ചന്ദ്രഘണ്ഠ ശുക്രഗ്രഹത്തെ നിയന്ത്രിക്കുന്നു. ചന്ദ്രഘണ്ഠ മാതാവിൻ്റെ നെറ്റിയിൽ ചന്ദ്രമണി മുഴങ്ങുമ്പോൾ ഭക്തരുടെ എല്ലാ ദുഃഖങ്ങളും അകന്നു പോകുമെന്ന് പറയപ്പെടുന്നു. ചന്ദ്രഘണ്ഠ ദേവിയുടെ ആരാധനാമന്ത്രം: ഓം ദേവി ചന്ദ്രഘണ്ഠായൈ നമഃ. അതോ ദേവി സർവഭൂതേഷു മാ ചന്ദ്രഘണ്ഠരൂപേണ സംസ്ഥാ. നമസ്തസ്യൈ 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 നമോ നമഃ. ഓം ദേവി ചന്ദ്രഘണ്ഠായൈ നമഃ. അതോ ദേവി സർവഭൂതേഷു മാ ചന്ദ്രഘണ്ഠരൂപേണ സംസ്ഥാ. നമസ്തസ്യൈ 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 നമോ നമഃ. ഓം ദേവി ചന്ദ്രഘണ്ഠായൈ നമഃ. അതോ ദേവി സർവഭൂതേഷു മാ ചന്ദ്രഘണ്ഠരൂപേണ സംസ്ഥാ. നമസ്തസ്യൈ 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 നമോ നമഃ.